ഇന്ത്യ ഏറെക്കാലമായി ഭയപ്പെട്ടിരുന്ന ആ സഖ്യം യാഥാർത്ഥ്യമാവുകയാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് പുതിയൊരു മാനം നൽകിക്കൊണ്ട് ലഷ്കർ ഇ ത്വയ്ബയുടെ താവളങ്ങളിൽ ഇപ്പോൾ ഹമാസ് നേതാക്കളും എത്തിത്തുടങ്ങിയിരിക്കുന്നു. ഇത് കേവലം രണ്ട് ഭീകരവാദ സംഘടനകൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയല്ല, മറിച്ച് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ തകർക്കാൻ പോകുന്ന വലിയൊരു ഗൂഢാലോചനയുടെ തുടക്കമാണ്. പാക് അധീന കാശ്മീരിലെ ഗുജ്റാൻവാലയിൽ നടന്ന ലഷ്കർ ഭീകര ക്യാമ്പിൽ ഹമാസ് നേതാവ് നാജി സഹീർ മുഖ്യാതിഥിയായി പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ലഷ്കർ കമാൻഡർ റാഷിദ് അലി സന്ധുവുമായി ഇയാൾ കൂടിക്കാഴ്ച നടത്തി. ലഷ്കറിന്റെ രാഷ്ട്രീയ മുഖമായ PMML ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഫെബ്രുവരിയിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തൊട്ടു മുൻപ് നാജി സഹീർ POKയിൽ എത്തിയതായും രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. ലഷ്കറിന് പുറമെ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ സംഘടനകളുമായും ഹമാസിന് അടുത്ത ബന്ധമുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വർഷങ്ങളായി പാകിസ്ഥാൻ ഈ ബന്ധം നിഷേധിക്കുന്നുണ്ടെങ്കിലും പുതിയ തെളിവുകൾ അവരെ പ്രതിക്കൂട്ടിലാക്കുകയാണ്. കേവലം ആശയപരമായ സഹകരണം മാത്രമല്ല, സൈനിക പരിശീലനവും ആയുധ ഇടപാടുകളും ഈ ചർച്ചകളിൽ വിഷയമാകുന്നുണ്ട്. കശ്മീർ ഐക്യദാർഢ്യ പരിപാടികളിൽ പോലും ഹമാസ് പ്രതിനിധികൾ പങ്കെടുത്തത് ഇന്ത്യ ഗൗരവത്തോടെയാണ് കാണുന്നത്. പലസ്തീൻ വിഷയത്തെ മുൻനിർത്തി ഇന്ത്യൻ യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാനുള്ള തന്ത്രമായി ഇതിനെ വിലയിരുത്തപ്പെടുന്നു. എന്നാൽ ഇതിന് പിന്നിലെ മറ്റൊരു ഭീകരമായിട്ടുള്ള സത്യം നാർക്കോ തീവ്രവാദം അഥവാ മയക്കുമരുന്ന് കടത്താണ്. അഫ്ഗാനിസ്ഥാനിലെ കറുപ്പ് ഉൽപാദനവും വെനസ്വേലയിലെ സൺ കാർട്ടൽ പോലുള്ള ആഗോള മയക്കുമരുന്ന് മാഫിയകളും ഈ ഭീകര ശൃംഖലയുടെ ഭാഗമാണെന്ന് സംശയിക്കുന്നു. സിറിയ, ഇറാൻ, ഇറാഖ് വഴി എത്തുന്ന ഈ മയക്കുമരുന്ന് പണം ലഷ്കറിലൂടെയും ജെയ്ഷെ മുഹമ്മദിലൂടെയും കാശ്മീരിലെ ഭീകര പ്രവർത്തനങ്ങൾക്ക് ഇന്ധനമാകുന്നു. അമേരിക്കയും ഇസ്രയേലും ഹമാസിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ തടയാൻ ശ്രമിക്കുമ്പോഴും നല്ല രീതിയിൽ ശ്രമിക്കുമ്പോഴും അവർക്ക് കോടികൾ ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള അധോലോക ബന്ധങ്ങളിലൂടെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇരട്ടി പ്രഹരമാണ്. ഒരു വശത്ത് പാക് സ്പോൺസേഡ് ഭീകരവാദവും മറുവശത്ത് ഹമാസിനെ പോലെയുള്ള അന്താരാഷ്ട്ര ഭീകര സംഘടനകളുടെ സാന്നിധ്യവും. കശ്മീരിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ആഗോള ഭീകര ശൃംഖലകൾ ഒന്നിക്കുമ്പോൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വരും നാളുകൾ കടുത്ത ജാഗ്രതയുടേതാണ്. ശത്രുക്കൾ കൈകോർക്കുമ്പോൾ പ്രതിരോധത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാൻ മിത്രങ്ങളും ഒന്നിക്കേണ്ടത് ഒരു അനിവാര്യതയായി മാറുന്നു. ഇന്ത്യക്കും ഇസ്രായേലിനും വിജയമുണ്ടാകട്ടെ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.